ആരിഫെ, മുസ്ലിമീങ്ങൾക്ക് കക്കൂസിൽ പോകുമ്പോൾ മാത്രമല്ലടോ പ്രാർത്ഥന ഉള്ളത്, മനസ്സിലായോ? അവരുടെ ചലനത്തിലും അടക്കത്തിലും മുഴുവനും അവർക്ക് പ്രാർത്ഥനയാണ്. അവരുടെ ദൈവത്തെ വിട്ടുകൊണ്ട് അവർക്കൊരു ജീവിതമില്ല. അവരെ പടച്ച, അവർക്ക് അനുഗ്രഹം ചെയ്ത ഖാലിഖായ അള്ളാഹുവിനെ മറന്നുകൊണ്ട് അവർക്കൊരു സെക്കൻഡ് മുന്നോട്ട് പോകുന്ന ജീവിതം അവർക്കില്ല. കേട്ടോ, ചെരുപ്പ് ധരിക്കുമ്പോൾ പ്രാർത്ഥനയുണ്ട്, വസ്ത്രം ധരിക്കുമ്പോൾ പ്രാർത്ഥനയുണ്ട്. ആരോടാ ഇതൊക്കെ പറയുന്നത്? ഒന്നുകിൽ ശാസ്ത്രം പഠിക്കണം, അല്ലെങ്കിൽ മതം പഠിക്കണം, അല്ലെങ്കിൽ സൃഷ്ടാവിനെ അറിയണം, അല്ലെങ്കിൽ മനുഷ്യത്വമെങ്കിലും ഉണ്ടാകണം. എന്തെങ്കിലും ഒന്നും ഉണ്ടാവണം, മനസ്സിലായോ? ഇത് നേരം വെളുത്താൽ ഈ ക്രിസ്ത്യാനികളെയും ഹൈന്ദവരെയും മുസ്ലിമീങ്ങളെയും എങ്ങനെ തമ്മിലടിപ്പിക്കാം എന്ന അതിനുള്ള പോംവഴിയും ചിന്തിച്ച് ബടായി വിട്ടുകൊണ്ട് നടക്കുന്ന നിന്നോടൊക്കെ പറഞ്ഞിട്ട് സ്വന്തം ഉമ്മ, നൊന്ത് പ്രസവിച്ച ഉമ്മ മരണപ്പെട്ടപ്പോൾ പോലും തേച്ചൊട്ടിച്ച മഹാനല്ലടോ നീ. നിന്നോടൊക്കെ എന്ത് പറയാനാണ്? ഏതായാലും ഈ വീഡിയോ കേൾക്കുന്നവർ ഇതിൻ്റെ ഗൗരവമൊന്ന് മനസ്സിലാക്കട്ടെ എന്ന നിലക്ക് പറയാം. എല്ലാ ചലനത്തിലും മടക്കത്തിലും മുസ്ലിമീങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, ഫോർ എക്സാമ്പിൾ, ചെറിയൊരു സംഗതിയായി നമ്മൾ കാണുന്നു തുമ്മുക. ഒരു മുസ്ലിമായ മനുഷ്യൻ തുമ്മിയാൽ ഉടനെ പറയും അൽഹംദുലില്ലാ എന്ന് പറയും. അമേരിക്കയിലുള്ള വിദഗ്ധരായ ശാസ്ത്രജ്ഞർ കണ്ടെത്തി, അതായത് ഒരു മനുഷ്യൻ തുമ്മിക്കഴിഞ്ഞാൽ അവൻ്റെ ശരീരത്തിൽ നിന്ന് ഒരുപാട് അവന് മോശമായി പ്രതികൂലമായി അവന് വരുന്ന ഒരുപാട് അണുക്കൾ അവൻ്റെ ശരീരത്തിൻ്റെ പുറത്തേക്ക് വരുന്നു എന്ന് ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. വെബ്സൈറ്റിൽ അടിച്ചു നോക്ക്. അപ്പോൾ ആ മോശമായ അണുക്കളൊക്കെ പുറത്തേക്ക് പോയതിൽ അൽഹംദുലില്ലാ, പടച്ചവനെ നിന്നെ ഞാൻ സ്തുതിക്കുകയാണ്. അങ്ങനെ ഒരു അനുഗ്രഹം ഈ തുമ്മലിലൂടെ നീ എനിക്ക് ചെയ്തു തന്നല്ലോ. മാത്രമല്ല, മേൽപോട്ട് വലിച്ച ശ്വാസം താഴോട്ട് വിടാനുള്ള ഒരു സൗഭാഗ്യം എനിക്ക് നീ തന്നല്ലോ. അത് സ്റ്റക്കായി നിന്നാൽ എൻ്റെ ജീവൻ നശിച്ചു പോകും. അതിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തി, അൽഹംദുലില്ലാ, നിനക്കാണ് സർവ്വസ്തുതിയും എന്ന സന്തോഷത്തിൻ്റെ വാചകം, വലിയ പ്രാർത്ഥനയുടെ ആശയം ഉൾക്കൊള്ളുന്ന വാചകം പറയും. ഇത് മറ്റൊരു മുസ്ലിം കേട്ടുകഴിഞ്ഞാൽ ഉടനെ ഇർഹമുക്കല്ലാ, അള്ളാഹു നിനക്ക് റഹ്മത്ത് ചെയ്യട്ടെ, കാരണം തുമ്മിയപ്പോൾ നീ പടച്ചവനെ ഓർത്തല്ലോ എന്ന് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ വീണ്ടും തുമ്മിയാൾ പറയുന്നു, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചല്ലോ, നീ എന്നെ മറന്നില്ലല്ലോ, അതുകൊണ്ട് യഹ്ദീകുമുല്ലാഹു വയുസ്ലിഹു ബാലക്കും, അള്ളാഹു നിന്നെ സന്മാർഗത്തിൽ ഉറപ്പിച്ച് നിർത്തട്ടെ, നിന്റെ കാര്യങ്ങളൊക്കെ അള്ളാഹു നന്നാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ടോ, ഒരു തുമ്മിയാൽ തന്നെ 3 പ്രാർത്ഥനയാണോ അവിടെ വരുന്നത്. നിന്റെ ഈ ബടായി കൊണ്ട് മുസ്ലിമീങ്ങളെ തരം താഴ്ത്താം, അവർ ചെയ്യുന്ന ഇബാദത്തുകളും അമലുകളൊക്കെ നിനക്ക് നശിപ്പിച്ച് കളയാം എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നീ ചിന്തിക്കുന്നുണ്ടോ? സ്വപ്നത്തിൽ പോലും നടക്കൂല മോനെ, മനസ്സിലായോ? ഇത് നീ ബടായി പൊട്ടിക്കുന്ന മതമല്ല. ഓക്കെ.